ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. വരക്കുമോർ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനമെല്ലാം അത് കേട്ട് അവൻ്റെ അടുക്കലെത്തി. ഞെരുക്കമുള്ളവർ, കടക്കാർ, അസന്തുഷ്ടർ എന്നിവരെല്ലാം അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുന്നതുവരെ എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കൽ വന്ന് താമസിപ്പാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട്, മിസ്പയിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹസ്യൂത്ത് കാട്ടിൽ വന്നു. മെശിഹാ തമ്പുരാനെ, നീ സകലത്തിൻ്റെയും ജീവനും ആശാബന്ധവുമാകിയാൽ ഞങ്ങളോട് കൃപ ചെയ്യണമേ. ആമേൻ.